ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന പൊതുശല്യം കേരളം വിട്ടുപോയി കുറച്ച് ദിവസമേ ആകുന്നുള്ളൂ. ഇവിടെ വീണ്ടും ഗവർണറായി വന്നിരിക്കുന്നത് ഒരു RSSകാരനാണ്. സർക്കാരിനെ വെറുതെ വിമർശിക്കണം എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് BJP കേരളത്തിലേക്ക് അദ്ദേഹത്തിനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. BJPയുടെ ആവശ്യം അത് മാത്രം തന്നെയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തതുപോലെ വെറുതെ ഒരു കാരണവുമില്ലാതെ ഭരണ സംവിധാനങ്ങളെ തച്ചുടയ്ക്കുക, എങ്ങനെയും ഭരണത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, വിദ്യാർത്ഥികളെ പറ്റാവുന്നത്ര ഉപദ്രവിക്കുക. എന്നാൽ അതൊന്നും കാര്യമായി ഏശിയില്ല എന്നതാണ് സത്യം. പക്ഷെ ഇപ്പോൾ ഇവിടെ BJPയുടെ അടവ് തെറ്റിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ കൊള്ളരുതായ്മ തന്നെ ചോദിക്കുകയാണ് RSSകാരനായ ഗവർണർ. ഒരു മുൻധാരണയും ഇല്ലാതെ തന്നെയാണ് കേരളം സർക്കാർ ഗവർണറിനെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കൊള്ളരുതായ്മ തന്നെയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നയപ്രഖ്യാപനം വന്നിരിക്കുകയാണ്. സാമ്പത്തിക മേഖലയിൽ കേന്ദ്ര നയങ്ങൾ വെല്ലുവിളിയാകുന്നു എന്നാണ് വിമർശനം. വിഴിഞ്ഞം VGF ഗ്രാൻഡായി അനുവദിക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെയും നയപ്രഖ്യാപനത്തിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം നവകേരള സാക്ഷാത്കാരത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് എന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. 1 മണിക്കൂർ 57 മിനിറ്റ് നീണ്ടു നിന്ന നയപ്രഖ്യാപന പ്രസംഗം നവകേരള നിർമ്മാണത്തിൽ ഊന്നിയും കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളെയും വിമർശിക്കുന്നത് തന്നെയായിരുന്നു. സാമ്പത്തിക മേഖലയിൽ കേന്ദ്ര നയങ്ങൾ വെല്ലുവിളിയാകുന്നു എന്ന് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരള നിയമസഭയിലെ തന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിമർശിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് അഭിമാനമാകുന്നു എന്ന് വ്യക്തമാക്കിയ ഗവർണർ എന്നാൽ VGF വായ്പയായി അനുവദിക്കാനുള്ള കേന്ദ്ര നീക്കത്തെയും നയപ്രഖ്യാപനത്തിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിന്റെ വികസനം ലോക ശ്രദ്ധ ആകർഷിക്കുന്നത് തന്നെയാണ്. നവകേരള സാക്ഷാത്കാരത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് എന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ പറയുന്നുണ്ട്. നവകേരള നിർമ്മാണമാണ് സർക്കാർ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയ്ക്കാണ് മുൻഗണന. ഡിജിറ്റൽ വിഭജനം കുറയ്ക്കാൻ ശ്രമിക്കും. അതിദരിദ്രരെ കണ്ടെത്തി ദാരിദ്ര്യം ഇല്ലാതാക്കാൻ നടപടിയെടുത്ത് സർക്കാർ മുന്നോട്ട് പോകുന്നു. എല്ലാവർക്കും പാർപ്പിടം ഉറപ്പിക്കും. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ തീവ്ര ശ്രമമുണ്ടാകും. കേരളത്തെ ഭൂരഹിതർ ഇല്ലാത്ത സംസ്ഥാനമാക്കി മാറ്റി BJPയെ പരോക്ഷമായി വിമർശിച്ച് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്നും ഗവർണർ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.